ആഴ്ച നമുക്ക് 7 ദിവസമുണ്ട്. അത് നമുക്ക് ഓരോ ദിവസം നമ്മളൊരു 5 ദിവസമെങ്കിലും തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു 20 മിനിറ്റ് നമ്മുടെ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കുക, നമ്മുടെ മനസ്സിന് വേണ്ടി മാറ്റിവെക്കുക. ആ ഒരു ദിവസം നമ്മൾ ചിന്തിക്കുക, പിന്നെ എന്താണ് എനിക്ക് വേണ്ടത്, എന്തൊക്കെ എനിക്ക് വേണം, എന്താണ് എനിക്ക് നേടേണ്ടത് അതിനെക്കുറിച്ച്, അതുപോലെ എന്നിൽ എന്തൊക്കെ മോശം കാര്യങ്ങളുണ്ട്, എന്തൊക്കെ മാറ്റണം, അതിനെക്കുറിച്ച് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് എന്തൊക്കെ മോശം ശീലങ്ങൾ മാറ്റണം അതിനെ കുറിച്ചൊന്ന് നോക്കുക. എന്നിട്ട് ഇപ്പൊ ദേഷ്യമാണ്, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഇതിനൊന്ന് മാറ്റണം. അപ്പൊ അന്ന് മുതൽ തീരുമാനിക്കുക. അപ്പൊ അത് നമുക്ക് കുറയ്ക്കാനായിട്ട് തീരുമാനിക്കുക. ഓരോരുത്തരെയും കാണുമ്പോൾ, നമ്മളെ വീട്ടിലുള്ളവരുടെയൊക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യപ്പെടാറുണ്ട് നമ്മള്. അപ്പൊ ഇന്ന് ചിന്തിക്കുക, ആ ഒരു 20 മിനിറ്റ് നമ്മൾ ഇരിക്കുമ്പോൾ അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇന്ന് ഞാൻ ആരോടും ദേഷ്യമായി പെരുമാറില്ല എന്ന്. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും ഒരു 20 മിനിറ്റ് നമ്മളിലുള്ള മോശം കാര്യങ്ങളെ മനസ്സിലാക്കി അതിനെ മാറ്റാനും, ഓരോ കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് ഇല്ലായ്മയുണ്ട് അത് നേടാനും, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എന്തൊക്കെ ചെയ്യണം, നമ്മുടെ ഒരു ദിവസത്തെ എങ്ങനെ നമ്മൾ ചിട്ടപ്പെടുത്തണം, എന്തൊക്കെ കാര്യം നമുക്ക് ജീവിതത്തിൽ ചെയ്യണം, എവിടെയൊക്കെ പോകണം, അതുപോലെ സമയം ക്രമീകരിക്കുന്നത്, ഓരോ സ്ഥലത്ത് പോകാനുള്ള സമയം ക്രമീകരിക്കുക. അതൊക്കെ ആയിട്ട് നമ്മൾ ഒരു കുറച്ച് സമയം അതിന് മാറ്റിവെക്കുക. ഓരോ സ്ഥലത്ത് പോകാനുള്ള സമയം ക്രമീകരിക്കാൻ അതിനൊക്കെ ആയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെച്ച് നമുക്ക് വേണ്ടി മാറിയിരിക്കുക. അപ്പൊ ഇതിനു വേണ്ടി ഇരുന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ സമയത്ത് നമുക്ക് നമ്മളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക, നമ്മുടെ മടി മാറ്റുക, നമ്മുടെ എന്തെല്ലാം ശീലങ്ങൾ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റുക. അപ്പൊ ഒരു 20 മിനിറ്റാണ് നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഒരു 5 ദിവസം നമ്മൾ ചെയ്യാം. അപ്പൊ ഓരോ ദിവസവും ആ ഒരു 20 മിനിറ്റിൽ നിങ്ങൾക്ക് മടി മാറ്റാനുള്ള കാര്യങ്ങൾ, നിങ്ങളിലുള്ള മോശം കാര്യങ്ങൾ, മോശം ചിന്തകളെ മാറ്റാൻ ഒരു ദിവസം നമ്മൾ അതിനായിട്ട് മാറ്റിവെച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ തിരക്ക് പിടിച്ചാണ് എല്ലാവരും നമുക്കറിയാം. വളരെ തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ സമയമില്ലാത്ത ആളുകളാണ്. എന്നിരുന്നാലും നമുക്ക് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വേണ്ടി, നമ്മളെ ശ്രദ്ധിക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ ഉള്ളൂ എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക. വേറെ ആരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. അപ്പൊ നമ്മൾ തന്നെ നമുക്കുള്ള ഓരോ പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മൾ സ്വയം കണ്ടെത്താനായിട്ടും ഒക്കെ നമ്മൾ ഈ സമയം മാറ്റിവെക്കുക.